ടെക്നിക്കൽ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഏതൊരാളുടെയും സ്വപ്നമാണ് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ പല ആളുകൾക്കും 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ വാച്ച് അവറും കംപ്ലീറ്റ് ആയാലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പേടിയാണ്. കാരണം ഇതെങ്ങനെ ചെയ്യും, അതിനെക്കുറിച്ച് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് A to Z കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അവിടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റിവ്യൂ പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് ആണ്, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. സിമ്പിളായിട്ടൊരു സ്റ്റെപ്പാണ്. അവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പോകുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അവിടെ അവരുടെ ടേംസ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോണിറ്റൈസേഷനെ കുറിച്ചൊക്കെ ഒരുപാട് അവിടെ മോണിറ്റൈസേഷൻ റവന്യൂ എല്ലാത്തിനെ കുറിച്ച് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ഇതിനെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ടേംസ് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് കുറച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് മാതിരിയായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആവുക. നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൺ ആവും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ഞാനിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഡൺ ആയിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആയിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ്സെൻസ് ആണ്. ആഡ്സെൻസ് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യാനാണ്. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ്സെൻസിലേക്ക് പോകുന്നതാണ്. നിലവിൽ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് ലിങ്ക് ചെയ്താൽ മതി. ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുതുതായിട്ടൊരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ സ്റ്റെപ്പ് 2 യു വിൽ ബി ഫുൾ ആഡ്സെൻസ് കംപ്ലീറ്റ് സ്റ്റെപ്പ്. അവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ ഐ ഹാവ് ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറയാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നോ ഐ ഹാവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അവിടെ ചൂസ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതായത് എൻ്റെ അക്കൗണ്ട് മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ട്, എൻ്റെ IDs മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ചാനലിൻ്റെ ID ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനലിൻ്റെ ID ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതായിരിക്കും. അതിലേക്ക് പോകുമ്പോൾ നമ്മളത് ഡയറക്റ്റ് ഇവിടെ എൻ്റെ ചാനലിൻ്റെ ID ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ ഒരു വെബ്സൈറ്റ്. അതിന് താഴത്തായിട്ട് കിട്ടും മോർ ഔട്ട് ഓഫ് ആഡ്സെൻസ് പറഞ്ഞിട്ട് യെസ് സെൻഡ് മീ കസ്റ്റമൈസ്ഡ് ഹെൽപ്പ് ആൻഡ് പെർഫോമൻസ് സജഷൻസ്, നോ ഡോണ്ട് സെൻഡ് മീ. അതിൽ നമുക്ക് കസ്റ്റമൈസ് ഹെൽപ്പൊക്കെ വേണമെങ്കിൽ യെസ് സെൻഡ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് ഇവിടെ സെലക്ട് യുവർ കൺട്രി ഓർ ടെറിട്ടറി. കൺട്രി വളരെ കറക്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അവിടെ എൻ്റെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് ഞാനവിടെ സെർച്ച് ചെയ്ത് ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ വിദേശത്ത് പോയ ഒരാളാണെങ്കിലും ഇന്ത്യ എന്ന് കൊടുക്കുക. കാരണം ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയ ഒരാണെങ്കിൽ ഇന്ത്യ എന്ന് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കൺട്രി ഇവിടെ സെലക്ട് ചെയ്യുകയാണ്, ഇന്ത്യ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ചവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാനുണ്ട്. അത് സ്ക്രോൾ ചെയ്ത് പോവുക. അവിടെ യെസ് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ദ അഗ്രിമെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ആ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ് ഐ ഹാവ് റീഡ് ആൻഡ് ആക്സെപ്റ്റ് ദ അഗ്രിമെൻറ്റ്. ഈ അഗ്രിമെൻറ്റ് വായിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അവിടെ ഞാനത് ടിക്ക് മാർക്ക് കൊടുത്തു. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും താഴത്ത്. ആ ക്രിയേറ്റ് അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നും ചെയ്യാൻ പോകണ്ട, ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതായിട്ട് വരും. നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, ബാക്കൊന്നും അടിക്കാൻ പോകണ്ട. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. കസ്റ്റമർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, ഒരു പേജ് ഓപ്പൺ ചെയ്ത് കാണാം. അവിടെ നമ്മുടെ
നെയിം ആൻഡ് അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാനുള്ളൊരു കോളമാണ്. കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ നെയിം ആൻഡ് അഡ്രസ്സ് ഫില്ല് ചെയ്യുന്നത്. ഞാനിവിടെ ഈ സ്റ്റെപ്പ് ഒഴിവാക്കി കാണിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങളിവിടെ നെയിം ആൻഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് അവിടെ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ നെയിം ആൻഡ് അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. കറക്റ്റ് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് അവിടെ ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ അത് ചെയ്യാതെ വെച്ചിരുന്നത് അബദ്ധവശാൽ അത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആഡ്സെൻസിൽ പോയിട്ട് അത് ഫില്ല് എന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. നിങ്ങളവിടെ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവുക. നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റീഡിങ്. ഓക്കെ, ഇനിയൊന്നും ചെയ്യാൻ പോകണ്ട. ആ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ ഒന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് പോലിരിക്കും. അവിടെ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അവിടെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. ഞാനത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻ പ്രോഗ്രസ്സിൽ കാണിക്കുകയാണ്. 24 മണിക്കൂറാണ് അവർ മിനിമം അതിന് ടൈം പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അതവിടെ ഡണ്ണായി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻ പ്രോഗ്രസ്സിലാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കറക്റ്റായിട്ട് ചെയ്ത് മനസ്സിലായി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്വപ്നം. ഓക്കെ, ആ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ ഡണ്ണായിരിക്കുകയാണ്. എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ ഡണ്ണായിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡണ്ണായി കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി അതിന് പ്രോഗ്രസ്സിൽ വരും. അതിനും 24 മണിക്കൂർ ടൈം പറയുന്നുണ്ട്. ഓക്കെ, 24 മണിക്കൂർ കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ എനിക്കത് മോണിറ്റൈസേഷൻ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ടേൺ ഓൺ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ടേൺ ഓൺ ആഡ്സ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ്സ് ഏതൊക്കെ ആഡ്സ് ഉണ്ടോ അതൊക്കെ വരും. അത് എല്ലാത്തിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിലും ടിക്കറ്റ് കൊടുക്കുക. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ ആഡ്സും നമുക്ക് ആവശ്യമാണ്. എല്ലാ ആഡ്സും ആവശ്യമാണെങ്കിൽ നമുക്കതെല്ലാം ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ. ആ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ തരത്തിലുള്ള ആഡ്സും നമുക്ക് നമ്മുടെ വീഡിയോയിൽ വേണ്ട എല്ലാ തരത്തിലുള്ള റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടതാണ്. ആഡ്സിലൂടെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും. അത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ ഇതുപോലത്തെ ഇൻ്റർഫേസാണ് വരിക. ഇവിടെ ആഡ് ഓൺ മൈ എക്സിസ്റ്റിംഗ് വീഡിയോസ്, അതായത് എല്ലാ വീഡിയോസിനും നമുക്ക് ആഡ്സ് ഒരുമിച്ച് വരണമെങ്കിൽ ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോസ് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നേരെ നമ്മുടെ കണ്ടൻറ്റിൽ പോയിട്ട് നോക്കാം. കണ്ടൻറ്റിൽ പോയിട്ട് അവിടെ എല്ലാ വീഡിയോസും മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിവിടെ കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, എല്ലാ വീഡിയോസിനും അവിടെ മോണിറ്റൈസേഷൻ ഓണായി കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.